ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ പേരിലുള്ള നമ്മുടെ ഈ സദസ്സിനെ പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും പാപകർമ്മങ്ങളെയും അള്ളാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി അവശേഷിക്കുന്ന നമ്മുടെ ജീവിതം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ പാപരഹിതമായി കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾ അവൻ്റെ കൽപ്പനകളൊക്കെ അക്ഷരം പ്രതി അനുസരിക്കാൻ നിർബന്ധിതരാണ്, ബാധ്യസ്ഥരാണ്. അഥവാ മനുഷ്യസഹജമായ ബലഹീനതയുടെ പേരിൽ നമ്മളിൽ നിന്നും ആ രംഗത്ത് വീഴ്ചകൾ വന്നാൽ, അഥവാ തെറ്റുകുറ്റങ്ങളും പാപകർമ്മങ്ങളും വന്നുപോയാൽ അതിനെ സംബന്ധിച്ചിട്ട് വേഗം പശ്ചാത്തപിക്കുകയും അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. മനുഷ്യനാണ്, ബലഹീനനാണ്. വഖുലിഖൽ ഇൻസാനു ദഈഫ എന്ന് അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. പാപകർമ്മങ്ങൾ സംഭവിക്കാം, തെറ്റുകുറ്റങ്ങളും അനുസരണക്കേടുകളും ഒക്കെ സംഭവിക്കാം. പക്ഷേ കുറ്റങ്ങൾ സമ്മതിച്ചുകൊണ്ട് വന്നുപോയതിനെക്കുറിച്ചിട്ട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുള്ളവനാണ്. അത്തായിബു മിന ദംബി കമല്ല ദംബലഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون والذين إذا فعلوا فاحشة أو ظلموا أنفسهم. ഏതെങ്കിലും ഒരാൾ വൃത്തികേടുകൾ ചെയ്തു പോയി, മ്ലേച്ഛമായ കർമ്മങ്ങളിൽ പെട്ടുപോയി, അവൻ അവൻ്റെ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയും ചെയ്തു പോയി. അല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും.
എന്നാൽ അവൻ എന്താ ചെയ്യേണ്ടത്? ദക്കറുല്ലാഹ് വസ്തഗ്ഫറു ലിദുനൂബി. സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അവൻ ചെയ്യേണ്ടത് അള്ളാഹുവിനെ ഓർക്കണം, അഥവാ അള്ളാഹുവിനെ ഓർമ്മ വരുമ്പോൾ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വൃത്തികേടുകളിൽ, മ്ലേച്ഛമായ കർമ്മങ്ങളിൽ, അനുസരണക്കേടിൽ, പാപകർമ്മങ്ങളിൽ ഒരിക്കലും അവർ ഉറച്ചു നിൽക്കുന്നില്ല, അറിഞ്ഞും കൊണ്ട്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞും കൊണ്ട് ഉറച്ചു നിൽക്കുന്നില്ല. അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. ചിലപ്പോൾ നമ്മളുടെ വികാര നിർഭരമായ, അല്ലെങ്കിൽ വികാരത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ, അതിൻ്റെ തള്ളിച്ചയിലൊക്കെ പെട്ടുപോയതാണ്. അത് തരക്കേടില്ല, സാരയില്ല, അള്ളാഹു മാപ്പാക്കും. പക്ഷേ നീ അതിൽ ഉറച്ചു നിൽക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ രക്ഷിതാവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിക്കൽ നിർബന്ധമാണ്. മനുഷ്യനെന്ന നിലയിൽ ബലഹീനതയുടെ പേരിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ അതിൽ നിന്നും ഉടനടി പശ്ചാത്തപിച്ച് പടച്ചവങ്കിലേക്ക് മടങ്ങേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇതിനൊക്കെ ഒരവസരം ഒരുക്കിക്കൊണ്ടാണ് അല്ലാഹു തആല വിശുദ്ധ റമദാനിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. സത്യവിശ്വാസികളോട്, മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയാണ്, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും സഹായം തേടുക എന്നാണ്. നമ്മൾ പാപകർമ്മങ്ങളെക്കുറിച്ചിട്ടും പശ്ചാത്താപത്തെക്കുറിച്ചിട്ടും പറഞ്ഞിടത്തുനിന്ന് പെട്ടെന്ന് എന്തിനാണ് ഈ സബറിൻ്റെ ആയത്തിലേക്ക് പോയതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അത് സാധാരണക്കാരായ നിത്യജീവിതത്തിൽ ഒട്ടനവധി പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങളും രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും കടങ്ങളും കഷ്ടപ്പാടുകളും ഇങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ മാസത്തിൽ പട്ടിണിയിരിക്കുമ്പോൾ ഒന്ന് ഇരുന്ന് ആലോചിക്കാൻ പറ്റുന്ന വചനമായതുകൊണ്ടാണ് ഇതിനോട് ചേർത്ത് ഈ വിനീതൻ ഈ വിശുദ്ധ വാക്യത്തെ ഓതിയത്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ അധിക പേരും മാനസിക പ്രയാസങ്ങളിൽ, ജീവിത പ്രയാസങ്ങളിൽ, ജീവിത പ്രാരാബ്ധങ്ങളിൽ കടന്നു വീഴുന്നവരാണ്. പലർക്കും പലജാതി പ്രശ്നങ്ങളാണ്. അള്ളാഹു പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. ഞാൻ തീർച്ചയായും നിങ്ങളെ ഇങ്ങനെയൊക്കെ ഇട്ട് പരീക്ഷിക്കും. നിങ്ങളെ ഞാൻ ഈ നിലയിലൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കും. ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂ' വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത്. ചിലപ്പോൾ നമുക്കൊരു തരം ഭയപ്പാട്, ബേജാറ്, ടെൻഷൻ എന്നൊക്കെ പറയുന്നില്ലേ, എന്താണെന്ന് തിരിയുന്നില്ല, എന്നാലും ഒരു ബേജാറ്, ഒരു വെപ്രാളം, ഒരു ടെൻഷൻ, ഒരു ഭയപ്പാട്. വൽ ജൂ', ചിലപ്പോൾ നമുക്ക് ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പട്ടിണി. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പട്ടിണി. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ സ്റ്റേഡിയം കോർണറിൽ കുറേ ആൾക്കൂട്ടം കണ്ടു. സാധാരണഗതിയിൽ ആൾക്കൂട്ടം കാണുന്നത് എന്തെങ്കിലും സാധനങ്ങളുടെ പ്രത്യേകമായ വിപണി കച്ചവടത്തിൻ്റെ പേരിലാണ്. ഞാനൊന്ന് വണ്ടി സ്ലോ ആക്കിയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പം അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് പണിയെടുക്കുന്ന കുറേ സാധുക്കളായ ആളുകളാണ് അവിടെ കൂടി നിൽക്കുന്നത്. പിന്നെ മനസ്സിലായി, എന്തോ ഒരു ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുകയാണ്. എന്ത് പേരിലാണ്, എന്ത് ഗറോഫിലൊന്നും അറിയില്ല. ആ ഭക്ഷണപ്പൊതിക്ക് വേണ്ടിയിട്ടുള്ള തിക്കും തിരക്കുമാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ നമുക്ക് പട്ടിണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കെടുതിയും വറുതിയും വലുപ്പമൊന്നും പെട്ടെന്ന് ബോധ്യപ്പെട്ടണമെന്നില്ല. കാരണം അൽഹംദുലില്ലാ നമുക്ക് അങ്ങനത്തെ പട്ടിണി ഒന്നും ഇല്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദാരിദ്ര്യം വരാതെ പടച്ചവൻ നമ്മളെ അങ്ങ് രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ദാരിദ്ര്യം നല്ലതല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളെപ്പോഴും അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചുകൊണ്ടിരിക്കണം. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം മാത്രമല്ല, എല്ലാ നിലയിലുള്ള ആഫിയത്തും. അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. ആഫിയത്തിനെ ചോദിക്കണമെന്ന് പറയുമ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ നിലയിലുള്ള ആഫിയത്തുമാണ്, എല്ലാ നിലയിലുള്ള ആഫിയത്ത്. അതിലൊരു പ്രധാനപ്പെട്ട ആഫിയത്ത് എന്ന് പറയുന്നത് ദാരിദ്ര്യം വരാതിരിക്കലാണ്. ദാരിദ്ര്യം വരുന്നതോടുകൂടി മനുഷ്യൻ്റെ മനസ്സ് എവിടെങ്കിലുമൊക്കെ അങ്ങ് ചിന്നിച്ചെതറി പോകാൻ സാധ്യതയുണ്ട്. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്ര എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാദൽ ഫഖ്റു അൻ യകൂന കുഫ്ര. ദാരിദ്ര്യം മനുഷ്യൻ അറിയാതെ അവനെ കുഫറിലേക്ക് വലിച്ചെടുപ്പിക്കും, അറിയാതെ കാഫിറായി പോകും. എന്ന് പറഞ്ഞാൽ ഇത്ര നാൾ ഞാൻ നിസ്കരിച്ചിട്ടും ദ്വാരന്നിട്ടും നോമ്പെടുത്തിട്ടും സദഖ കൊടുത്തിട്ടും ഇപ്പോഴും എനിക്ക് പരീക്ഷണമാണോ പടച്ചവനെ? അപ്പുറവും ഇപ്പുറമൊക്കെ ഈ പറയുന്ന സംഗതികളൊന്നുമില്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകളൊക്കെ സുഖിമാന്മാരായി കഴിഞ്ഞുകൂടുമ്പോൾ എന്നെന്താ ഇങ്ങനെ പടച്ചവൻ പരിശോധിക്കുന്നത്? എന്നെന്താ ഇങ്ങനെ പടച്ചവൻ? അള്ളാഹു പറയാ, അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുഅ്മിനായതിൻ്റെ പേരിൽ, മുസ്ലിമായതിൻ്റെ പേരിൽ, അള്ളാഹുൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ചിലപ്പോൾ ദാരിദ്ര്യം വന്നവനെ കുറിച്ചിട്ട്, ചിലപ്പോൾ ജീവിത പ്രയാസങ്ങൾ വന്നവനെ കുറിച്ച്, ഇതിൽ ഏറ്റവും വലുതായി സംഭവിക്കാനുള്ളത് എന്താണ്? ജീവൻ നഷ്ടപ്പെടുക. ധർമ്മസമരത്തിൽ പങ്കെടുക്കുകയും രണാങ്കണത്തിൽ തൻ്റെ ജീവൻ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കുകയും ഷഹാദത്ത് വരിക്കുകയും ചെയ്യുക. അതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞില്ലല്ലോ, ഷഹാദത്ത് വരിച്ചു. അങ്ങനെ ഷഹാദത്ത് വരിച്ച ആളിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അവൻ മരിച്ചുപോയി എന്ന് പറയരുത്. അവൻ മരിച്ചിട്ടൊന്നുമില്ല. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. നമ്മുടെ വീക്ഷണത്തിൽ നിസ്കരിച്ച് നിനക്ക് എന്താ കിട്ടിയത്? നീ ഇന്നും ഇന്നലെയും എപ്പോഴും ഇതുപോലെ തന്നെ പ്രാരാബ്ധത്തിലും കഷ്ടപ്പാടിലും വിഷമത്തിലും ഒക്കെ ആണല്ലോ എന്ന് ആളുകൾ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയല്ലേ. അവൻ നിസ്കരിച്ച് മോശക്കാരനൊന്നും ആയിട്ടില്ല. അവനെക്കുറിച്ചിട്ട് നിങ്ങൾ അങ്ങനെ മോശക്കാരനാണെന്ന് വിചാരിക്കുകയും വേണ്ട. പിന്നെയോ, ഞാൻ ചിലപ്പോൾ അവരെ ചില പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുന്നതാണ്. അവരെക്കുറിച്ച് അവർ നഷ്ടപ്പെട്ടവരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പറയരുത്. മരണപ്പെട്ടു പോയ ആൾ അഥവാ ഷഹാദത്ത് വരിച്ച ആളുകളെ കുറിച്ചിട്ട് മരിച്ചുപോയി എന്ന് പോലും നിങ്ങൾ പറയരുതെന്നാണ് പഠിച്ചു. അങ്ങനെ മരിച്ചതല്ല അവർ. പിന്നെയോ, അവർ യഥാർത്ഥ ജീവിതത്തിലേക്ക് മാറ്റി പാർപ്പിക്കപ്പെട്ടവരാണ്. ഇവിടെ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ഒക്കെ തരും. അതൊക്കെ നിനക്ക് നിൻ്റെ റബ്ബിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അവൻ ക്ഷമിച്ചാൽ, സഹിച്ചാൽ, ഉറച്ചു നിന്നാൽ അള്ളാഹ് സഹായിക്കും എന്ന വിശ്വാസത്തിൽ അവൻ ഉറച്ചു നിൽക്കാൻ സാധിച്ചാൽ, നബിയെ, അത്തരക്കാരായ ആളുകൾക്ക് താമസിയാതെ സന്തോഷമുണ്ടാകും എന്ന വർത്തമാനം അറിയിക്കണേ എന്നാണ്. സന്തോഷം ഉണ്ടാവും. എന്നാ ഉണ്ടാവുക? ഇന്നോ, നാളെയോ, അടുത്ത വർഷമോ? അങ്ങനെ ഉണ്ടല്ലോ. അം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന. അല്ലാഹു പറയാ, അം ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വദ്ദറാ وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله وزلزلوا حتى يقول الرسول والذين آمنوا متى نصر الله. നമ്മൾ മാത്രമല്ല ഇങ്ങനെ ചോദിക്കുന്നതും ചിന്തിക്കുന്നതും വെപ്രാളം പിടിക്കുന്നതും. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് മുമ്പ് സ്വർഗം നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ മാർഗത്തിൽ അധ്വാനിച്ച ആളുകളെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ? അവർക്ക് പലജാതി പ്രയാസങ്ങളും വന്നു. മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറാ വസുൽസിലു. പലപ്പോഴും അവരുടെ കാലുകൾ വറവറച്ചു പോയി, പതറിപ്പോയി, ആടിപ്പോയി. എന്നിട്ട് അവർ ചോദിച്ചു. ആരാ ചോദിച്ചത്? ഹത്താ യഖൂല റസൂൽ. നബിമാര് പോലും ചോദിച്ചു. വല്ലദീന ആമനു മഅ. ആ നബിമാരോടൊപ്പം വിശ്വാസികളായി ഒപ്പം ചേർന്നിരുന്ന അവരുടെ സതീർത്ഥ്യർ, അവരുടെ കൂട്ടാളികൾ, സഹാബാക്കൾ എന്ന് പറയുന്നില്ലേ, അങ്ങനത്തെ നബിമാരുടെ കൂട്ടുകാർ പോലും ചോദിച്ചു പോയിട്ടുണ്ട്. ജീവിത പ്രയാസത്തിൻ്റെ നടുക്കയത്തിൽ ഇങ്ങനെ മുങ്ങിത്താഴുമ്പോൾ, മതാ നസ്റുല്ലാഹ്, ഇനി എന്നാ പടച്ചോ സഹായിക്കുക, അല്ലേ? മതാ നസ്റുല്ലാഹ്, ഇനി എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം വരിക? അള്ളാഹു പറയുന്നു, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. പേടിക്കൊന്നും വേണ്ട, ധൃതി കാണിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. പ്രിയപ്പെട്ടവരെ,
റമദാൻ മാസത്തിൽ നമ്മൾ പശ്ചാത്താപത്തിൻ്റെ മാസമായി കാണുകയാണ്. റമദാൻ മാസത്തിൽ നമ്മൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുകയാണ്. റമദാൻ മാസത്തിൽ നമ്മൾ തൗബ വർദ്ധിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഒക്കെ പാപകർമ്മങ്ങളെ മാപ്പാക്കി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഇപ്രകാരം വരുന്നുണ്ട്: ഇന്ന മിനദ്ദുനൂബി ലദംബൻ ലാ യുകഫിറുഹു അല്ലാഹു ഇല്ലാ ബിഹമ്മിൽ മഈഷ്. പാപകർമ്മങ്ങളുടെ കൂട്ടത്തിൽ ചില പാപകർമ്മങ്ങളുണ്ട്. ലാ യുകഫിറുഹു അല്ലാഹു ഇല്ലാ ബിഹമ്മിൽ മഈഷ്. അതിനെ പൊറുപ്പിക്കാൻ, അതിനെ മായ്ച്ചു കളയാൻ ജീവിത പ്രയാസങ്ങളെ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ചില പാപങ്ങൾ ഇസ്തിഗ്ഫാർ കൊണ്ട് പൊറുക്കപ്പെടും, ചില പാപങ്ങൾ തൗബ കൊണ്ട് പൊറുക്കപ്പെടും, ചില പാപങ്ങൾ നമ്മൾ ചെയ്യുന്ന അമലുകളുടെ പേരിൽ പൊറുക്കപ്പെടും. ഒരാൾ ഒളു നിർവഹിച്ചു, ഒളുവിൻ്റെ വെള്ളത്തോടൊപ്പം അവൻ്റെ ചെറിയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ചെറിയ ചെറിയ അമലുകളിലൂടെ അള്ളാഹു നമ്മുടെ പാപകർമ്മങ്ങളെ മാപ്പാക്കി തരും. എന്നാൽ ചില കൂടിയ പാവങ്ങളുണ്ട്, മലയാള ഭാഷയെ പറഞ്ഞ ചില കൂടിയ പാവങ്ങൾ, കുറച്ച് കടുപ്പമുള്ള പാവങ്ങൾ, ചില കടുപ്പമുള്ള പാവങ്ങൾ. ആ പാവങ്ങൾ, തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ അവൻ്റെ തൗബയും ഇസ്തിഗ്ഫാറും അമലും ഒന്നും മതിയാവുകയില്ല. മറിച്ച് ഇല്ലാ ബിഹമ്മിൽ മഈഷ്, ജീവിത പ്രയാസങ്ങളെ കൊണ്ടാണ് അള്ളാഹു അത് മാപ്പാക്കി കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പം നമ്മളുടെ ജീവിത പ്രയാസം, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ രക്ഷിതാവ് തരുന്നത് നമ്മളോട് വെറുപ്പുള്ളത് കൊണ്ടൊന്നുമല്ല, നമ്മളോട് ദേഷ്യമുള്ളത് കൊണ്ടൊന്നുമല്ല. പിന്നെയോ നമ്മുടെ കറകളെ കഴുകിക്കളയാനാണ്, പാപങ്ങളെ തൊട്ട് നമ്മളെ ശുദ്ധരാക്കാനാണ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദർജകൾ വർദ്ധിപ്പിക്കാനാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്വീകാര്യതയിലേക്ക് നമ്മളെ കൈപിടിച്ച് ആനയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മൾ അപ്രകാരം നിരാശപ്പെടരുത്. വബശ്ശിരിസ് സാബിരീൻ, വബശ്ശിരിസ് സാബിരീൻ. ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഅ മിൻഹും ആസിമൻ ഔ കഫൂറാ. ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഅ മിൻഹും ആസിമൻ ഔ കഫൂറാ. واذكر اسم ربك بكرة وأصيلا ومن الليل فاسجد له وسبحه ليلا طويلا إن هؤلاء يحبون العاجلة ويذرون وراءهم يوما ثقيلا إن هؤلاء يحبون العاجلة. ഈ കാണുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അധിക അടിമകളെയും സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്ന ഹഉലാഇ യുഹിബ്ബൂനൽ ആജില. പെട്ടെന്ന് അവരുടെ മുമ്പിൽ കിട്ടുന്ന സുഖവും സന്തോഷവും ദുഃഖവും വിഷമവും ഒക്കെ നോക്കിയിട്ടാണ് അവർ ജീവിതത്തെ വിലയിരുത്തുന്നത്. അങ്ങനെ ആകണ്ട. യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീല. അതിൻ്റെ പിന്നിൽ വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഭാരവും ഒക്കെയുള്ള ഒരു അവസ്ഥ വരാൻ പോകുന്നുണ്ട്, ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്, ചില തീരുമാനങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതിനൊക്കെ മറന്നിട്ട് ഇപ്പം ഞാൻ ചോദിച്ചത് ഇപ്പം തന്നെ കിട്ടണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുണ്ട് എനിക്കും നിങ്ങൾക്കും ഒക്കെ. മോക്ക് സുഖമില്ലാതെയായി, കുറേ നേരം നമ്മൾ കരഞ്ഞ് ദുആ ചെയ്തു, കുറച്ച് സദഖയൊക്കെ കൊടുത്തു, ഓടി വന്നിട്ട് ചോദിക്കുക എങ്ങനെയുണ്ട്, കുറവുണ്ടോ? കുറവില്ല. അപ്പം മനസ്സിനൊരു വിഷമം, എന്താ പടച്ചോനെ ഞാൻ ദ്വാരന്നിട്ട് എൻ്റെ മോടെ സോക്കട് മാറാത്തത്. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഇന്ന ഹഉലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീല. നീ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്നും നിന്നെ മോചിപ്പിക്കുക എന്നത് നിന്റെ ആശയാണ്, ആവശ്യമാണ്, പ്രാർത്ഥനയാണ്. പക്ഷേ ആ പ്രയാസത്തിലൂടെ നിന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി കടഞ്ഞെടുത്ത് നിനക്കൊരു ഉയർന്ന ദറജ തരാൻ നിന്റെ രക്ഷിതാവ് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനമാണ് ഇവിടെ നടപ്പിലാകേണ്ടത്. നിന്റെ ആശ പൂർണ്ണമായ നിലയിൽ നടപ്പിലാകുന്ന ലോകം ഇതല്ല, അത് വരാൻ പോകുന്ന ഒരു ലോകം. അന്ന് നീ ആശിക്കുന്നതൊക്കെ നടക്കും. ശരിക്കും ശ്രദ്ധിക്കണം, അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഒരു ലോകം വരാൻ പോകുന്നുണ്ട്. വയദറൂന വറാഅഹും യൗമൻ സഖീല. ആ ദിവസത്തിൽ, ആ ലോകത്ത് നീ ആശിക്കുന്നതെല്ലാം നടക്കും. നീ എന്താശിക്കുന്നു അതൊക്കെ നടക്കും. ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ. ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ. നീ ആശിക്കുന്നതെല്ലാം ലഭിക്കും, അത് നിരന്തരമായി ലഭിക്കും. നമ്മളൊരു ദ്വാരന്നു മോളെ മംഗലം കഴിയണേ എന്നാണ് കുറേ കാലം നമ്മൾ ദ്വാ ചെയ്തത്. അൽഹംദുലില്ലാ മംഗലം കഴിഞ്ഞു. മംഗലം കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ കടവും കഷ്ടപ്പെടും. പിന്നെ കാണുമ്പോൾ ഒക്കെ മംഗലം കഴിഞ്ഞു, പക്ഷെ കുറേ കടം കയറിപ്പോയി, ലോൺ എടുത്തുപോയി, ജപ്തി ഓർഡർ ആയിപ്പോയി, ദ്വാരക്കണേ ദ്വാര. പിന്നെ അതിനാ ദ്വാ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ മംഗലം കഴിഞ്ഞ് 5-8 കൊല്ലമായി, ഒരു കുഞ്ഞായില്ല. കുഞ്ഞിന് വേണ്ടി ദ്വാരക്ക. ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണേ, വെറുതെ അല്ല, അനുഭവത്തിലൂടെ
നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വർത്താന, അല്ലാതെ പ്രഭാഷണമല്ല ഇത്. അങ്ങനെ ചിന്തിക്കേ വേണ്ട ആരും. ഒരു പ്രഭാഷണമല്ല. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ വെപ്രാളം എന്താ, ബേജാറെന്താ? കുഞ്ഞിന് സുഖമില്ല, തള്ളയ്ക്ക് സുഖമില്ല, എനിക്ക് സുഖമില്ല, രോഗങ്ങൾ, വിഷമങ്ങൾ. നല്ല നിലയിൽ ഉഷാറായി വരികയായിരുന്നു. പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ഇൻസിഡൻറ്റ് സംഭവിച്ചു, പലതും സ്വാഭാവികമാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതൊക്കെ നിനക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന നിന്റെ രക്ഷിതാവ്, നീ ഉറച്ചു നിന്ന് നേരായ വഴിയിൽ സഞ്ചരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അത് സ്വർഗം പണിയാനാണ് അള്ളാഹു അങ്ങനെയൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഅ മിൻഹും ആസിമൻ ഔ കഫൂറ. ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഅ മിൻഹും ആസിമൻ ഔ കഫൂറ. ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഅ മിൻഹും ആസിമൻ ഔ കഫൂറ. നിന്റെ രക്ഷിതാവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ, ഫസ്ബിർ ലിഹുക്മി റബ്ബിക, അവൻ്റെ തീരുമാനത്തിൻ്റെ മുമ്പിൽ, അവൻ തീരുമാനിക്കുന്ന സംഗതികളുടെ കാര്യത്തിൽ നീ സബർ ചെയ്യണം, ക്ഷമിക്കണം. അതിൻ്റെ പേരിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറരുത്. രണ്ട് സാധ്യതയാണ് സാധാരണഗതിയിൽ നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്നത്. രണ്ട് സാധ്യതയാണ്. ഒന്ന്, ഇത് അള്ളാഹുവിൻ്റെ നിശ്ചയം. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു വിഭാഗം, ഒരു കൂട്ടർ, ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇതാ അസാബത്തുഹും മുസീബത്തുൻ, എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നു പെട്ടുപോയാൽ അവർക്ക് ബോധ്യമാകും, അവർക്ക് മനസ്സിലാകും, ഇത് എൻ്റെ റബ്ബ് തീരുമാനിച്ചതാണ്, എൻ്റെ റബ്ബ് നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിശ്ചയത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസവും ആശ്വാസവും ഉണ്ട്. കാരണം ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവനുള്ളതല്ലേ. അവൻ സൃഷ്ടിച്ചു, അവൻ സംരക്ഷിച്ചു, അവൻ തന്നു. അവൻ എനിക്ക് 2 കണ്ണും തന്നു. കുറേ കാലം ഞാൻ അതുകൊണ്ട് കണ്ടു. ഇപ്പം ചെറിയൊരു രോഗം വന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സഹോദരൻ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞ് വരികയാണ്, കണ്ണിന് സോക്കേട്. അള്ളാഹു നമ്മുടെ ഒക്കെ ആരോഗ്യം നിലനിർത്തി തരുമാറാകട്ടെ, രോഗങ്ങളെ മാറ്റി തരുമാറാകട്ടെ, വിഷമങ്ങളെ തീർത്ത് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, 2 കണ്ണുകൾ അള്ളാഹു തന്നു. കുറച്ചു കാലം നമ്മളതുകൊണ്ട് കണ്ടു. ഇടയ്ക്കൊരു രോഗം വന്നു. ആ രോഗത്തിൻ്റെ പേരിൽ പടച്ചവൻ നമ്മളെ ഒന്ന് പരിശോധിച്ചു, പരീക്ഷിച്ചു. നമ്മൾ മനസ്സിലാക്കണം, പടച്ചവനെ നീ തന്ന 2 കണ്ണുകൾ. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അവറുകൾക്ക് തൻ്റെ 2 കാലുകൾ 2 കാലിൽ നിന്നും ഒരു കാല് നഷ്ടപ്പെട്ടു. ആ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു. ഒരു കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു. ഒരു കാല് മുറിച്ചു മാറ്റുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക? എൻ്റെ ഒരു സഹോദരനുണ്ട് മലപ്പുറം ജില്ലയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ചു മാറ്റാൻ നിർബന്ധിതനായി. ഇപ്പോഴത്തെ നമ്മളുടെ കോമൺ ആയിട്ടുള്ള രോഗമുണ്ടല്ലോ, നമ്മളെല്ലാവരെയും കൊണ്ടുപോകുന്ന, നമ്മളെയും കൊണ്ടേ പോകുമെന്ന് പറയുന്ന ഷുഗർ കൂടിയപ്പോൾ അദ്ദേഹം അറിയാതെ കാല് നിശ്ചലമായി. അതിൻ്റെ പഴുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യാപിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ കാല് മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. അങ്ങനെ നമ്മളൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു മാറ്റി. പ്രിയപ്പെട്ടവരെ, മുറിച്ചു മാറ്റിയതിൻ്റെ വിഷമവും പ്രയാസവും എത്രത്തോളം അദ്ദേഹം അനുഭവിച്ചുവെന്ന് നമുക്ക് ബോധ്യപ്പെടാനുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. മുറിച്ചു മാറ്റി ബോധമൊക്കെ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം റൂമിൽ വന്നിട്ട് തൻ്റെ വലത്തെ കാലൊന്ന് പൊക്കാൻ നോക്കിയപ്പോൾ കാലില്ല. കാലില്ല. അദ്ദേഹത്തിന് ടക്ക് എന്നൊരു ശബ്ദത്തോടു കൂടി ഹൃദയാഘാതമുണ്ടായി, അറ്റാക്ക് ഉണ്ടായി. കാരണം മനുഷ്യൻ, അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരുമാറാകട്ടെ, ആവോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം അനുഭൂതികൾ, അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ അതില്ലാതാകുമ്പോഴാണ് അതിൻ്റെ വേദന തിരിയുക. അതില്ലാതാകുമ്പോഴാണ് ഇത്രയും കാലം സുഖകരമായ നിലയിൽ ഉപയോഗിച്ചിരുന്ന ഈ അവയവത്തെ എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ്, അത് തിരിച്ചെടുത്തപ്പോൾ എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ചു മാറ്റിയപ്പോൾ ഇതുപോലെ എല്ലാ മനുഷ്യ മനസ്സുകൾക്കും ഉണ്ടാകുന്ന നൈരാശ്യവും വേദനയും വിഷമവും ഒക്കെ സ്വാഭാവികമല്ലേ. അദ്ദേഹം ആ മുറിച്ചു മാറ്റിയ കാല് മുമ്പിൽ വെച്ചിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചു, വാഴ്ത്തി, അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നിട്ട് പടച്ചവനോട് പടച്ചവനെ, നീ എനിക്ക് 2 കാല് തന്നിട്ട് 1 കാലല്ലേ നീ തിരിച്ചെടുത്തുള്ളൂ. നീ എത്ര വലിയ കാരുണ്യവാനാണ് റബ്ബേ, നീ എത്ര വലിയ കാരുണ്യവാനാ റബ്ബേ. 2 കാലുകൾ ഇത്രയും കാലം തന്നു, ഞാൻ അതുകൊണ്ട് സുഖിച്ച് ജീവിച്ചു. അവസാനം ആ 2ഉം തിരിച്ചെടുത്തില്ലല്ലോ, 1 കാലല്ലേ നീ എടുത്തുള്ളൂ, 1 കാല് ഇപ്പോഴും എനിക്ക് ബാക്കി തന്നല്ലോ. വലാ തുതിഅ മിൻഹും ആസിമൻ ഔ കഫൂറ എന്ന് പറയുന്ന വചനത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം, അതായത് പ്രിയപ്പെട്ടവരെ, 2 തരത്തിലാണ് മനുഷ്യൻ തൻ്റെ പ്രയാസങ്ങളിലും പ്രാരാബ്ദങ്ങളിലും ചെന്നെത്തുക. ഒന്ന്, എനിക്കിതെൻ്റെ റബ്ബ് തന്നതാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ,
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക എന്നുള്ള അർത്ഥത്തിലല്ല, ആ ദുആ പറയണം എന്നുള്ള അർത്ഥത്തിലല്ല. ആ വിശ്വാസം, ആ സമാധാനം, ആ ആശ്വാസം തൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ ഒരു മനുഷ്യന് സാധിക്കണം. വബശ്ശിരി സ്വാബിരീൻ, അവനാണ് ഈ സന്തോഷ വാർത്ത ലഭിക്കുന്നത്. അഥവാ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക്, ഒരു നയത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ ചെന്നെത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അല്ലാഹു പറയാ, അങ്ങനെ തീരുമാനിക്കുകയും അങ്ങനെ തിരിച്ചറിയുകയും ചെയ്യുന്ന നല്ല അടിമകളുണ്ടല്ലോ, അവരാണ് ഭാഗ്യവാന്മാർ. അവർക്ക് ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, നിന്റെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹങ്ങളും റഹ്മത്തും സലവാത്തും ഒക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. നമുക്ക് മനസ്സിലാവൂല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ, വിഷമം സംഭവിച്ചാൽ, ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാൽ നമ്മളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വന്ന് നമ്മുടെ തോളിൽ തട്ടിയിട്ട് ആശ്വസിപ്പിക്കാറില്ലേ? സമാധാന വാക്കുകൾ പറയാറില്ലേ? അങ്ങനെ ആശ്വസിപ്പിക്കുന്നതും സമാധാന വാക്ക് പറയുന്നതും ഇസ്ലാമികമായ നിലയിൽ വലിയ പുണ്യകർമ്മമാണല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വീടുകളിലേക്കോ നമ്മളെ സമീപിച്ചുകൊണ്ടോ തോളിൽ തട്ടി ആശ്വാസ വാക്കുകൾ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും, അവരുടെ വചനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ ഒരു മുഅ്മിൻ അവൻ്റെ ഹൃദയത്തിൽ ഈ പറയുന്ന ഈമാനിനെ ശക്തമായ നിലയിൽ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, സബർ കാത്തു സൂക്ഷിക്കാൻ അവന് സാധിക്കുന്നുണ്ടെങ്കിൽ, ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, നമ്മളെ അരികിലേക്ക് അണച്ചു ചേർത്തുകൊണ്ട് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്ന ഉറ്റവരെയും ഉടയവരെക്കാളും ഉപരിയായ നിലയിൽ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അതെന്താ മനസ്സിലാക്കാത്തത്? എന്താ മനസ്സിലാക്കുക? സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഇങ്ങനെ ആശ്വാസവാക്കുകൾ പകരും, സമാധാന വാക്കുകൾ പകരും. അടിമേ, ബേജാറൊന്നും ആവണ്ട കേട്ടോ, ഞാൻ നിന്നെ കൈയൊഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, എനിക്ക് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടൊന്നും അല്ല കേട്ടോ, ഞാൻ നിന്നെ പരീക്ഷിക്കുന്നതിൻ്റെ പേരിൽ നീ എന്നോട് വെറുപ്പൊന്നും വിചാരിക്കണ്ട. ഞാൻ ഇന്ന് കുറച്ച് പരീക്ഷിച്ചാലും നാളെ നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഞാൻ പരീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ കേൾക്കാത്ത ഭാഷയിൽ നമ്മുടെ രക്ഷിതാവ് ആശ്വാസത്തിൻ്റെ വാക്കുകളെ കൊണ്ട് നമ്മളെ സമാധാനിപ്പിക്കുമെന്ന് ഖുർആൻ പറയാണ്. വല്ലുഹാ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഖുർആനിൽ എന്തിനാ പ്രിയപ്പെട്ടവരെ ഇങ്ങനത്തെ കുറേ സൂറത്തുകളൊക്കെ നമ്മളെ ഓതിക്കേൾപ്പിക്കുന്നത്? എന്തിനാണ് ഈ ചരിത്രങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്? തറാവി നമസ്കാരത്തിൽ ഓതി കൂലി വാങ്ങാൻ വേണ്ടി മാത്രമല്ല, റമദാൻ ആയാൽ ഖുർആൻ പാരായണത്തിലൂടെ പ്രതിഫലം സിദ്ധിക്കാൻ വേണ്ടി മാത്രമല്ല. ഖുർആനിൻ്റെ ഈ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ രക്ഷിതാവ് നമുക്ക് നൽകുന്ന സമാധാനത്തിൻ്റെ വരികളാണ്, ആശ്വാസത്തിൻ്റെ വാക്കുകളാണ്. വല്ലുഹാ വല്ലുഹാ വല്ലൈലി ഇദാ സജാ. വല്ലുഹാ, പകലിനെ തന്നെയാണ് സത്യം, ദുഹാ സമയത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, അതുപോലെ രാത്രി ഇരുൾ മുറ്റുമ്പോൾ ആ അസ്വസ്ഥതയുടെ, നിശബ്ദതയുടെ, ഏകാന്തതയുടെ സമയത്തെ തന്നെയാണ്. എന്തിനതൊക്കെ ഇങ്ങനെ പറയുന്നത്? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടതിന് ശേഷം അനുഭവിച്ച ഈ വാക്കുകളുടെ അർത്ഥമുണ്ട്. ആദ്യം മരിച്ച വീട്ടിൽ എല്ലാവരും വരും, മയ്യത്തെടുക്കുന്നത് വരെ ഭയങ്കര തിരക്കായിരിക്കും. മയ്യത്തൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ അത് കുറച്ച് കുറയും, അധികം ഇറങ്ങു പോവും. മയ്യത്തൊക്കെ അടക്കിയിട്ട് കുറച്ച് കൂടുതൽ അടുത്ത ബന്ധുക്കൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരും, അല്ലേ? അങ്ങനെയാണല്ലോ, മടങ്ങി വരും. അവർ നമ്മളുടെ കൂട്ടത്തിൽ ചിലപ്പം ഒരു നേരത്തെ ഭക്ഷണത്തിനോ ചിലപ്പോൾ അന്നത്തെ രാത്രിയോ ഒപ്പം താമസിക്കും. അടുത്ത പകലാവുമ്പോഴേക്ക് വീണ്ടും എണ്ണം കുറയും. കുറേ ആളങ്ങ് പോയില്ലേ. അടുത്ത പകലാവുമ്പോഴേക്ക് വീണ്ടും, നമ്മുടെ നാടിൻ്റെ രീതി അനുസരിച്ചിട്ട് തഅസിയത്തിൻ്റെ 3 ദിവസം കഴിയുമ്പോൾ ആ മരിച്ച വീട് കാലിയാവും, എല്ലാവരും അങ്ങ് പോവും. പിന്നെ വീട്ടിലുള്ളവർ മാത്രം ഒറ്റപ്പെടും. ഒറ്റപ്പെടുമ്പോൾ സ്വാഭാവികമായും മരിച്ചുപോയത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണെങ്കിൽ ഭാര്യ അദ്ദേഹത്തോടൊപ്പം കിടന്നിരുന്ന ആ കട്ടിലിൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞു. രാത്രി ഇരുളുമുറ്റുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന കുറേ ബേജാറുകളില്ലേ, ബേജാറുകളില്ലേ. രാത്രി എങ്ങനെങ്കിലുമൊക്കെ ഉറക്കമില്ലാത്ത രാവായി തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വാപ്പയ്ക്ക് വേണ്ടിയിട്ട് മക്കളും ഭർത്താവിന് വേണ്ടി ഭാര്യയുമൊക്കെ കരഞ്ഞു കഴിഞ്ഞുകൂടി നേരം വെളുത്തപ്പോൾ ഇരുളു മാറി, വെളിച്ചം വന്നു, പകലായി. വാതിലുകൾ തുറന്നു, പുറത്തേക്ക് ഇറങ്ങാൻ നോക്കൂ. പടച്ചവനെ, ഇന്നലെ വരെ ഈ വീട്ടിൽ നിന്നും
ഞങ്ങളെ എഴുന്നേൽപ്പിക്കുകയും ഞങ്ങൾക്ക് ഉപദേശം തരികയും ഞങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്ത നമ്മളെ വാപ്പയുടെ പോയി. പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായും രാത്രിയുടെ ഏകാന്തതയിൽ, നിശബ്ദതയിൽ ഒറ്റയ്ക്കിരുന്ന് ദുഃഖിക്കുന്ന മനുഷ്യനോട്, പകലിൻ്റെ ആ സജീവതയിൽ നഷ്ടപ്പെട്ടു പോയ ആളുകളെക്കുറിച്ചിട്ട്, ഉറ്റവരെക്കുറിച്ചിട്ട് വേദനിക്കുന്ന ആളുകളോട് ഇങ്ങനെ പകലിൽ നമ്മൾ അനുഭവിക്കുന്ന, പകലായപ്പോൾ നേരം വെളുത്തപ്പം പടച്ചവനെ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം, പകലാവുമ്പം നമുക്കൊരു വെപ്രാളം, ബേജാറ്, അല്ലേ? അള്ളാഹു പറയാണ്, അങ്ങനത്തെ പകലിലും നിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളും 1-2 ദിവസമൊക്കെ കഴിയുമ്പോൾ വിട്ടിട്ട് പോയാലും, നിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ നിൻ്റെ അരികിൽ നിന്നും അകന്നു പോയാലും, അത് രാത്രിയാവട്ടെ പകലാകട്ടെ, ആ പകലിനെയും രാത്രിയും ഒക്കെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇല്ല, നിൻ്റെ റബ്ബ് നിന്നെ ഒഴിവാക്കിയിട്ട് പോവില്ല, നിൻ്റെ റബ്ബ് നിന്നെ ഒഴിവാക്കിയിട്ട് പോവില്ല. മാ വദ്ദഅക റബ്ബുക. അല്ലാഹു ഖുർആൻ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഒരു പക്ഷേ വരാൻ പോകുന്ന ഭാവി ഇതിനേക്കാളും നന്മയോടുകൂടി ഉയർന്ന നിലയിൽ, അനുഗ്രഹീതവും സന്തുഷ്ടവുമായ നിലയിൽ നിനക്ക് വേണ്ടി നിന്റെ രക്ഷിതാവ് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ബേജാറൊന്നും ആവണ്ട. ഇതാരോടാ പറയുന്നത്? നമ്മളുടെ ഹബീബായ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. ഏത് സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ? ഉറ്റവരും ഉടയവരും നാട്ടുകാരും ബന്ധുമിത്രാദികളും തനിക്ക് സഹായം ചെയ്യുമെന്ന് വിചാരിച്ച ഏറ്റവും അടുത്ത ആളുകളും ഒക്കെ കൈയൊഴിഞ്ഞിട്ട് ഒറ്റപ്പെട്ടവരായി നമ്മളുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബേജാറിൻ്റെ നടുക്കയത്തിൽ നിൽക്കുമ്പോൾ രക്ഷിതാവ് പറഞ്ഞ ആശ്വാസത്തിൻ്റെ വാക്കുകളാണ്. ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും ആശയവും ആഴവും ഒക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. നമ്മളറിയാതെ നമ്മുടെ രക്ഷിതാവ് നമ്മുടെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ ബേജാറൊന്നും ആവണ്ട, നീ വിഷമിക്കൊന്നും വേണ്ട. അള്ളാഹു പറയാം ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് നേർമാർഗം സിദ്ധിച്ചവർ. അല്ലാതെ ഒരു ചെറിയ വിഷമം വരുമ്പോഴേ, ചെറിയ വിഷമമല്ല, വലിയ വിഷമം വരുമ്പോഴേക്ക് മനസ്സ് പാളിപ്പോകുന്നവർ, പതറിപ്പോകുന്നവർ, പാടില്ലാത്ത വർത്തമാനം പറയുന്നവർ, അവരല്ല ഹിദായത്ത് പ്രാപിച്ചവർ. ഈ നിലയിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സബ്ർ ചെയ്യുകയും ചെയ്ത ഭാഗ്യവാന്മാരാണ് ഹിദായത്ത് സിദ്ധിച്ചവർ എന്ന് ഖുർആൻ പറഞ്ഞു. സൂറത്തുൽ ബഖറയിലാണ് ഈ വചനങ്ങളുള്ളത്. സൂറത്തുൽ ബഖറയുടെ ഈ വചനത്തോടനുബന്ധമായി തൊട്ടടുത്ത് വരുന്ന വചനം ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. സബറിനെ കുറിച്ചിട്ട് പ്രസംഗിച്ചപ്പോൾ, അല്ലെങ്കിൽ സബറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, മനുഷ്യ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സംബന്ധിച്ചിട്ട് പറഞ്ഞു വന്നപ്പോൾ, അത്തരം ആയത്തുകൾ ഓതി പെട്ടെന്ന് വേറൊരു വിഷയത്തിലേക്ക് വഴിമാറിയതുപോലെയല്ലേ നമുക്ക് തോന്നുന്നത്, അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്ന് തുടങ്ങുന്ന വചനത്തിൽ ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ എന്നുവരെ ഓതി. എന്നിട്ടോ ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, പിന്നെ ബാഹ്യമായ നോട്ടത്തിൽ അതുമായി ഒരു ബന്ധവുമില്ലാത്തതുപോലെയുള്ള പ്രത്യേകമായ ഒരു വിഷയം ഹജ്ജിനെ കുറിച്ച് പറയുന്നു, ഉംറയെക്കുറിച്ച് പറയുന്നു. എന്തേ ഖുർആനിൽ ഇങ്ങനെ ഒരു പരാമർശം, ഇങ്ങനെ ഒരു ഓതൽ എന്തേന്ന് നമ്മൾ ആലോചിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? എന്താ കാരണം? ജീവിത പ്രയാസങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞ് അതിൻ്റെ വരും വരായികളെക്കുറിച്ചിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി ക്ഷമിക്കാൻ പ്രേരിപ്പിച്ച വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിൽ നമ്മുടെ രക്ഷിതാവ് തൊട്ടടുത്ത് ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, തീർച്ചയായും സഫയും മറുവയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞു. സഫയും മറുവയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തമാണ്. എന്തുകൊണ്ടാണ് സഫ ദൃഷ്ടാന്തമായത്, മറുവ ദൃഷ്ടാന്തമായത്? കൂടെ ഉംറക്ക് പോകുന്ന, ഹജ്ജിന് പോകുന്ന നമ്മളൊക്കെ
തവാഫിന് ശേഷം സഅി എന്ന് പറയുന്ന ഒരു വലിയ കർമ്മം ചെയ്യുമ്പോൾ അത് തുടങ്ങാൻ വേണ്ടി കയറുന്ന മലയുടെ പേര് സഫയെന്നും അത് ഒടുങ്ങാൻ വേണ്ടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ചെന്ന് നിൽക്കുന്ന മലയുടെ പേര് മറുവയുമെന്നാണ്. നമുക്ക് സഅയിയുടെ അമലിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് സഫയെയും മറുവയും പരിചയപ്പെടാനായത്. ഇവിടെ എന്തിനാണ് പടച്ചോൻ ഇത് പറഞ്ഞത്? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. തീർച്ചയായും സഫയും മറുവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽ നിന്നുള്ള രണ്ട് ചിഹ്നമാണ്. എന്താ കാരണം നമ്മൾ നമ്മളുടെ ഉംറ എന്ന് പറയുന്ന കർമ്മത്തെ നിർവഹിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഭാഗമായ സഈക്ക് വേണ്ടി നടന്നു കയറാൻ മെനക്കെടുന്ന മലയുടെ പേരല്ല സഫ. അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഹദ്ദ് എന്ന നിലയിലുള്ള മറുവയുമല്ല. പിന്നെയോ ചരിത്ര പുസ്തകത്തിൻ്റെ വരികൾ നിവർത്തി വായിക്കാൻ ശ്രമിച്ചാൽ ജീവിത പ്രയാസമുള്ളവരെ, കുടുംബ പ്രയാസങ്ങളുള്ളവരെ, ഭാര്യമാരുടെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ, ഭാര്യയുടെ രോഗത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു നമ്മുടെ സഹോദരിമാർക്കൊക്കെ ഷിഫ ആഫിയത്ത് നൽകുമാറാകട്ടെ. ഞാനിതൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ വെറും ഖുർആനായത്ത് ഓതാൻ വേണ്ടി മാത്രമല്ല. ഞാനടക്കം ഇരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ ഭാര്യമാരെ കുറിച്ചിട്ട് വേദനിക്കുന്ന മനസ്സുമായിട്ടാണ് ഇരിക്കുന്നത്. രോഗങ്ങളുടെ പേരിൽ, കഷ്ടപ്പാടുകളുടെ പേരിൽ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ രോഗങ്ങളുടെ പേരിൽ മനംനൊന്നിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പല സഹോദരങ്ങളും ടെസ്റ്റിന് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ റിസൾട്ട് വരും, ഒന്ന് ദ്വാരക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് കാത്തിരിക്കുന്ന സഹോദരങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞ് വിങ്ങിപ്പൊട്ടി അതിൻ്റെ കവാടത്തിൽ കാത്തിരിക്കുന്നു. നമ്മൾ ടെസ്റ്റിന് കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്കങ്ങനത്തെ ഒപ്രാള ഇപ്പോൾ വരാത്തത്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങളുടെ പേരിൽ, കഷ്ടതകളുടെ പേരിൽ, പ്രാരാബ്ധങ്ങളുടെ പേരിൽ, പ്രയാസങ്ങളുടെ പേരിൽ, ജീവിത പ്രയാസങ്ങളുടെ പേരിലൊക്കെ വിങ്ങിപ്പൊട്ടുന്ന മനസ്സുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു ആശ്വാസത്തിൻ്റെ വചനം എന്താണെന്നറിയോ? നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ബോധ്യപ്പെടണം. പണ്ടുകാല ചരിത്രത്തിൽ മഹാനായ ഇബ്രാഹിം എന്ന കുടുംബനാഥനോടൊപ്പം ജീവിത പങ്കാളിയായിരുന്ന, പ്രിയതമയായിരുന്ന ഹാജറ റളിയല്ലാഹു അൻഹ ഒരു ഉമ്മയാണ്, ഒരു ഭാര്യയാണ്. ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ചവളാണ്. ചെറിയ പ്രയാസമാണോ? തിന്നാനില്ല, കുടിക്കാനില്ല, വെള്ളം കിട്ടാൻ നിവൃത്തിയില്ല. വെള്ളമില്ലല്ലോ എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് കേൾക്കാൻ അവിടെ അടുത്തൊന്നും ഒരാളുമില്ല. ചുട്ടുപഴുത്ത മണലിൽ, പൊരി വെയിലത്ത്, മരുഭൂമിയിൽ ഒന്ന് കയറി നിൽക്കാൻ ഒരു കൂരയില്ല, കുടിലില്ല, ഒരു ഷെഡില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മരത്തണലില്ല. ഭർത്താവ് ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. മോനെ പിടിച്ചുകൊണ്ട് കുടിക്കാൻ വെള്ളമില്ലാത്ത ഈ കൊച്ചു കുഞ്ഞിന് മുല കൊടുക്കാൻ നിർവാഹമില്ലാതെ ജീവിത പ്രയാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പാരമ്യത പ്രാപിച്ചു നിൽക്കുന്ന ഒരു ജീവിത പ്രയാസത്തിൻ്റെ നടുക്കടലിൽ നിന്നുകൊണ്ട് വെള്ളം കിട്ടുമോ, സഹായം കിട്ടുമോ, സംരക്ഷണം കിട്ടുമോ, ആര് വിളിച്ചാൽ കേൾക്കാനാണ് എന്ന വിങ്ങുന്ന മനസ്സുമായി ഒരു പെൺകൊടി ഓടിക്കേറിയ മലയുടെ പേരാണ് ഇന്ന സഫ. അതുകൊണ്ടാണ് സഫ മിൻ ശആഇരില്ലാഹ് ആയത്. അല്ലാതെ നിയമം പഠിപ്പിക്കാനല്ല ഖുർആനിൽ ഈ വചനം ഇറങ്ങിയത്. ഉംറയുടെയും ഹജ്ജിൻ്റെയും നിയമം പഠിപ്പിക്കാനാണെന്ന് ആരും വിചാരിക്കരുത്. അതിനുവേണ്ടി മാത്രമല്ല, അതിനു വേണ്ടിയാണ്, പക്ഷെ അതിനുവേണ്ടി മാത്രമാണെന്ന് ആരും വിചാരിക്കരുത്. പിന്നെയോ ഹജ്ജിൻ്റെയും ഉംറയുടെയും നിയമങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിൽ ചില നിലപാടുകളിലേക്ക് നിങ്ങളെ നയിക്കാനാണ് അല്ലാഹു തആല ഈ ചരിത്രമൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവരനുഭവിച്ചതിനേക്കാളും വലിയ വിഷമമൊന്നും നമുക്കില്ലല്ലോ. ഉണ്ടോ? അവരനുഭവിച്ചതിനേക്കാളും പ്രയാസങ്ങളൊന്നും നമുക്കില്ലല്ലോ. ഒന്നുമല്ലെങ്കിലും നമുക്ക് ആരെങ്കിലുമൊക്കെ ഒപ്പമില്ലേ? ഹാജറയോടൊപ്പം ആരോരുമില്ലാത്ത ആ മണൽത്തരിയെ സാക്ഷിയാക്കിക്കൊണ്ട് സഫയിൽ നിന്നും മറുവയിലേക്കും, മറുവയിൽ നിന്നും സഫയിലേക്കും ഒരു കൊച്ചു കുഞ്ഞിനെ ഒറ്റയ്ക്ക് മണൽത്തരിയിൽ മലർത്തി കടത്തിയിട്ട് ഓടിയ പെൺകൊടിയുടെ ഓട്ടത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ആജിയാക്കന്മാരെല്ലാം ആ ഓട്ടത്തെ അനുകരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് വബശ്ശിരിസ് സാബിരീൻ, ആരും തെറ്റിദ്ധരിക്കണ്ട. നമുക്ക് വരുന്ന ഈ പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ഒന്നും നമ്മളെ മോശക്കാരാക്കാനല്ല, നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കാനല്ല, നമുക്ക് നാളെ പിറ്റേന്ന് പടച്ചവൻ എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ തരാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് തരുമാറാകട്ടെ. ഉലമാക്കൾ അവരുടെ ഗാനങ്ങളിൽ, വരികളിൽ, ബൈത്തുകളിൽ പറയാറുണ്ട്, സഹോദരാ, നിനക്ക് എന്തെങ്കിലും ഒരു ജീവിത പ്രയാസം വന്നത് സഹിക്കാൻ കഴിയാത്ത ദുരവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരു സെക്കൻഡ് നീ ഒന്നിരുന്നിട്ട് നിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ശ്രദ്ധിക്കണം, ചിന്തിക്കണം. ഫഇദാ അസാബക മുസീബത്തുൻ തസ്ലൂ ബിഹാ, നിനക്ക് താങ്ങാൻ കഴിയാത്ത ദുഃഖം എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ നീ ഒന്ന് സ്വസ്ഥമായിരുന്നിട്ട് നിന്റെ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒരു വാപ്പ എന്ന നിലയിൽ എന്തൊക്കെ സഹിച്ചു, ഒരു ഉപ്പാപ്പ എന്ന നിലയിൽ എന്തൊക്കെ സഹിച്ചു, ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്തൊക്കെ സഹിച്ചു.
എന്തൊക്കെ ഉപ്പയും ഉമ്മയും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും കണ്ണിലുണ്ണിയായിരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും എന്തൊക്കെ സഹിച്ചു. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ ആകുമ്പോൾ നിനക്ക് മനസ്സിലാവും നീ സഹിക്കുന്നതൊന്നും ഒന്നുമല്ല. അള്ളാഹു ഒരിക്കൽ നിങ്ങൾക്കും ആഫിയത്ത് തരുമാറാകട്ടെ, സിഹത്ത് തരുമാറാകട്ടെ, സലാമത്ത് തരുമാറാകട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കണം. രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടേ, അല്ല സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ഇല്ലേ, സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഈ ഭൂമിയും ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിനേക്കാളും ഉത്തമമായി ഞാൻ കണക്കാക്കുന്നു എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെയും, താലീമിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയുന്ന അമലുകളിൽ നമ്മൾ ശ്രദ്ധിക്കണം. സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ ആളുകൾ തഹജ്ജുദ് നിസ്കരിക്കും, ചിലപ്പോൾ ആളുകൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടും സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ അലസത വരുത്തും. അധിക പേരും അൽഹംദുലില്ലാഹ് നിസ്കരിക്കുന്നുണ്ട്. സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അത് ഈ ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും എനിക്ക് ഉത്തമമായി തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരത്തിൻ്റെ സുന്നത്തിൽ ചില പ്രത്യേകമായ സുന്നത്തുകൾ പാലിച്ചിരുന്നു എന്നാണ്. ഒന്ന്, വീട്ടിൽ തന്നെയാണ് നിസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് പോവുക. വീട്ടിൽ നിസ്കരിക്കുക, അതൊരു പ്രധാന സുന്നത്താണ്. മറ്റൊന്ന്, ബാങ്ക് കേട്ടാൽ ഉടനെ നിസ്കരിക്കുക, അതൊരു സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ റെഡിയായി കാത്തിരിക്കുകയാണ്, തഹജ്ജുദ് മുതലേ കാത്തിരിക്കുക. അതുകൊണ്ട് ബാങ്ക് കേട്ടാൽ ഉടനെ സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കും. മറ്റൊന്ന്, സുബഹി നമസ്കാരത്തിൻ്റെ സുന്നത്തിൽ ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണമെന്ന് നബി തങ്ങൾ പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവായിരുന്നു. മറ്റൊന്ന്, പ്രിയപ്പെട്ടവരെ, സുബഹി നമസ്കാരത്തിൻ്റെ സുന്നത്ത് കഴിഞ്ഞാൽ ഉടനെ അള്ളാഹുവിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്നാണ്. എന്താ ദ്വാരക്കേണ്ടത് എന്ന ചോദ്യത്തിന്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. ഏറ്റവും കുറഞ്ഞത് സുബഹിയുടെ സുന്നത്തിന് ശേഷം ഫറദിൻ്റെ ഇടയിൽ 3 പ്രാവശ്യമെങ്കിലും ഈ ദുആ ചെയ്യണമെന്ന് ഉലമാക്കൾ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. എന്താ കാരണം? പടച്ചവനെ, ദുനിയവിയായ ഒരുപാട് ആഫിയത്ത് കേടുകൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബേ. ദുനിയവിയായ ഒരുപാട് ആഫിയത്ത് കേടുകൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പടച്ചവനെ. ഒരു പകല് തുടങ്ങാൻ പോവാ റബ്ബേ. ഇന്നത്തെ ദിവസം എന്തൊക്കെയാ വരാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ റബ്ബേ. അങ്ങനെയല്ലേ, എന്തൊക്കെയാ വരാൻ പോകും. അള്ളാഹുവേ, എന്നെ കാക്കണേ, എൻ്റെ കുടുംബത്തെ കാക്കണേ, എൻ്റെ മക്കളെ കാക്കണേ. അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ എന്ന് ദുആരക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആഫിയത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. മുസീബത്തുകൾ വരാതിരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അഥവാ മുസീബത്തുകളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ വന്നുപോയാൽ അതിൽ പതറാതിരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, സബർ ചെയ്യണം, ഉറച്ചു നിൽക്കണം. അതിന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്ന ദിക്ർ വർദ്ധിപ്പിക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം എന്ന ദിക്ർ വർദ്ധിപ്പിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വചനമാണ്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്തിഗ്ഫാറിനെ മുറുകെ പിടിക്കണം. ഇസ്തിഗ്ഫാറിനെ മുറുകെ പിടി. അതാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇന്നത്തെ വിഷയം. ഇസ്തിഗ്ഫാർ കൊണ്ട് മാത്രം പൊറുപ്പിക്കപ്പെടുന്ന ചില പാപങ്ങളുണ്ട്. അതിനാണ് പടച്ചവൻ നിങ്ങളെ ഇങ്ങനെ പരിശോധിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഹദീസിൽ. ഇസ്തിഗ്ഫാറിനെ മുറുകെ പിടിക്കണം. എന്തുകൊണ്ടെന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഇസ്തിഗ്ഫാർ മുഖേന പാപങ്ങളെ മാപ്പാക്കുന്നത് മാത്രമല്ല, പ്രയാസങ്ങളെയും മാറ്റിത്തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹദീസാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന വചനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ജീവിതം എത്ര രസമുള്ള ജീവിതമാണ്, എത്ര രസമുള്ള. നമുക്ക് നമ്മളുടെ നബി ചിലപ്പോൾ പട്ടിണി തന്നിട്ട് പോയി, ശരിയാ, രോഗം തന്നിട്ട് പോയി, പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിമീങ്ങൾ പട്ടിണിയിലാണ്, രോഗത്തിലാണ്, വിഷമത്തിലാണ്, സാമൂഹ്യ പ്രയാസങ്ങളിലാണ്, രാഷ്ട്രീയ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ഒക്കെയാണ്. ലോകമെമ്പാടും നമ്മുടെ സഹോദരങ്ങൾ വിഷമിക്കുകയാണ്, ഒക്കെ ശരി തന്നെ. പക്ഷേ നമുക്ക് പതറിപ്പോകാത്ത ഒരു സ്വസ്ഥമായ മനസ്സ് സമ്മാനിച്ചിട്ടാണ് നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അതുകൊണ്ട് നമുക്ക് എവിടെയും പതറേണ്ട ആവശ്യവും പാളേണ്ട ആവശ്യമൊന്നുമില്ല. ആരുമില്ലെങ്കിലും നമ്മുടെ റബ്ബ് നമ്മളോടൊപ്പമുണ്ട് എന്നൊരു ആശ്വാസം നമുക്കുണ്ട്, ഒരു സമാധാനം നമുക്കുണ്ട്. അതുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, ഖുർആൻ ഷരീഫ് ഓതുക. നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനോട് കരഞ്ഞ് കരഞ്ഞ് നമ്മുടെ സങ്കടം പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സങ്കടം പറയാം. വേറെ എവിടെ പോയി നമ്മൾ പറയും? വേറെ ആരോട് നമ്മൾ പറയും? വേറെ ആരോട് പറഞ്ഞാൽ ആര് കേൾക്കും? ഇതൊക്കെ
കേട്ടാൽ ആർക്കാണ് നമ്മളെ സഹായിക്കാൻ കഴിയുക? അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് കരയാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് വരുന്ന വേദനകളുടെയും വിഷമങ്ങളുടെയും നടുക്ക് ഒന്ന് 2 റക്അത്ത് നിസ്കരിച്ച് മുസല്ല വിരിച്ച് സുജൂദിൽ കിടന്ന് ഒന്നും ആരും കാണാതെ കരഞ്ഞ് ഒരാശ്വാസം കൊള്ളാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ആ നിലയിൽ ഒരു ജീവിതത്തെ പരിശീലിച്ചാൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ നമുക്ക് ഖൈറാണ്, ആഖിറത്തിൽ നമുക്ക് ഖൈറാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതി' മിൻഹും ആസിമൻ ഔ കഫൂറ. പരീക്ഷണങ്ങളിൽ മനുഷ്യന് 2 മാർഗമാണ് തിരഞ്ഞെടുക്കാനുള്ളത്. ഒന്ന് ആസിമൻ ഔ കഫൂറ എന്നാണ്. ആസിമൻ ഔ കഫൂറ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഒന്ന് പറഞ്ഞത് സബർ ചെയ്യുക, അള്ളാഹുലേക്ക് തിരിയുക, ഇസ്തിഗ്ഫാർ പറയുക, ദുആ രക്കുക, അള്ളാഹിൻ്റെ സഹായം ചോദിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു സഹായിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ കഴിഞ്ഞു. അതല്ലെങ്കിലോ ആസിമൻ ഔ കഫൂറ, തെറ്റായ മാർഗത്തിലേക്ക് നമ്മൾ കടക്കുക. പ്രയാസങ്ങളുടെ പേരിൽ പടച്ചവൻ്റെ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിക്കുക, അല്ലേ? എല്ലാ നിലയിലും ചില ആളുകളെ കണ്ട് അവർ നിത്യമായി മദ്യപിക്കുന്നവരാണ്. അവരെ പോയി സംസാരിച്ച് പിടിച്ച് ഏകദേശമൊക്കെ ദീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ പറയാറുള്ള ഒരു ന്യായം എന്താണെന്നറിയോ? എനിക്ക് ഇന്ന പ്രശ്നം, ഈ പ്രശ്നമൊന്നും തലയിക്കേറ്റ് നടക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. അതാകുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമെല്ലാം കണ്ടിരിക്കുന്ന നമ്മളെ ഏറ്റെടുക്കണം. അങ്ങനെയാണല്ലോ. ഭയങ്കര തലവേദന 1, 2, 3 പെഗ്ഗോ കുപ്പിയോ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഓൻ്റെ തലവേദന തീരും, ബാക്കി നമ്മളെല്ലാവരും ഓനെക്കൊണ്ട് തലവേദന അനുഭവിച്ചോണം. അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ. പരീക്ഷണങ്ങളുടെ നടുക്കയത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 മാർഗമാണ്. ഒന്ന്, സബർ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തിട്ട് ആശ്വസിക്കാൻ ശ്രമിക്കുക, അതിൻ്റെ പേരിൽ കൂലി കിട്ടാം. മറ്റൊന്ന്, തെറ്റുകുറ്റങ്ങളിലൂടെ പാപകർമ്മങ്ങളിലൂടെ ഉള്ളതൊക്കെ വീണ്ടും വീണ്ടും നശിപ്പിക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് അവന് തെറ്റായ മാർഗത്തിൽ പോവുകയും ചെയ്യാം. അതുകൊണ്ട് വലാ തുതി' മിൻഹും ആസിമൻ ഔ കഫൂറ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കൽപ്പനയിൽ വിശ്വസിക്കുകയും ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് ഉറച്ചു നിൽക്കണം. പാപകർമ്മങ്ങളുടെ മാർഗത്തിലൂടെ ജീവിത സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നവനെ നീ പിന്തുടരരുതേ എന്ന് ഖുർആൻ പറയുകയാണ്. വലാ തുതി' മിൻഹും ആസിമൻ ഔ കഫൂറ. അല്ലാഹു തആല എനിക്ക് നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തേണ്ടവൻ അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുലേക്ക് തിരിയാൻ ശ്രമിക്കണം. നമ്മുടെ അമല് കൊണ്ട് അള്ളാഹുലേക്ക് തിരിയാൻ ശ്രമിക്കണം, മനസ്സുകൊണ്ട് തിരിയാൻ ശ്രമിക്കണം, പശ്ചാത്താപത്തിലൂടെ അള്ളാഹുലേക്ക് മടങ്ങാൻ ശ്രമിക്കണം. അള്ളാഹു തആല അതിനൊക്കെ ഉപകാരപ്പെടുന്ന നാളുകളായി ഈ നാളുകളെ കബൂലാക്കി തരുമാറാകട്ടെ. ഈ റമളാനിനെ നമ്മുടെ ഹക്കിൽ അള്ളാഹു എല്ലാ നിലയിലും അനുഗ്രഹീതമാക്കി തീർക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും എല്ലാം അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. ആശ്വാസവും സമാധാനവും സുഖവും സന്തോഷവും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്കൊക്കെ അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്തിൻ്റെ പേരിൽ ഭയപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, വേദന അനുഭവിക്കുന്ന നമ്മുടെ മുഴുവൻ സഹോദരന്മാർക്കും അള്ളാഹു പൂർണ്ണ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.